പ്രോഗ്രസീവ് ഡിസ്ക്ലോഷർ. നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു വേഡിങ് കേട്ടിട്ടുണ്ടായിരിക്കും. പ്രോഗ്രസീവ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് ഒരു UX ടെക്നിക്കാണ്. നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നിരിക്കട്ടെ, അവിടെ ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അധികം ഉണ്ടെന്നിരിക്കട്ടെ, മെനുകളൊന്നുമില്ല, എല്ലാ കണ്ടന്റുകളും ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഡേറ്റാസ് ഒന്നും കളക്ട് ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഒരുപാട് ഡേറ്റാസ് മിസ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇവിടെ യൂസറിന്റെ ആവശ്യമനുസരിച്ച് മുൻഗണനാ ക്രമത്തിൽ നമ്മൾ ഡേറ്റാസ് പ്രസന്റ് ചെയ്യുന്നു. ആദ്യം വെബ്സൈറ്റിലെ ഡേറ്റാസിനെ കാറ്റഗറൈസ് ചെയ്ത് പല പേജുകളാക്കി മാറ്റുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേജിലേക്ക് കടന്നാൽ മതിയല്ലോ. അതുപോലെ വെബ്സൈറ്റിലെ മെനൂസ് പ്രസന്റ് ചെയ്യുന്നത് പോലും നമ്മൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനൂസിലോ അല്ലെങ്കിൽ ബർഗർ മെനൂസിലോ ഒക്കെ ആഡ് ചെയ്ത് അവിടെ ഒരു സിംപ്ലിസിറ്റി കൊണ്ടുവരാനായിട്ട് നോക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ കാര്യം മുഴുവനായി ആ പേജിൽ എഴുതുന്നതിന് പകരം കുറച്ച് കാര്യങ്ങൾ മാത്രമായി നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നീട് യൂസറിന് വേണമെങ്കിൽ അതിനെ ലേൺ മോർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാവുന്നതാണ്. അതായത് പ്രോഗ്രസീവ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് യൂസറിന്റെ ആവശ്യത്തിനനുസരിച്ച് മുൻഗണനാ ക്രമത്തിൽ ഇൻഫർമേഷൻസ് അലോ ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഒരു സിമ്പിളായ ഡിസൈനിലേക്ക് നമുക്ക് ഈ ഒരു ടെക്നിക്കിലൂടെ എത്തിച്ചേരാനായിട്ട് കഴിയുകയും ചെയ്യും.